രാജു അല്ലേ? അതെ. നീ പ്രതാപന്റെ പി എ അല്ലേ? അതെ. ഞാനേ നിന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. നീ എന്റെ കൊച്ചുമോളുടെ പി എ ഒന്നല്ലല്ലോ, ആണോ? അല്ല. രാജു നമ്മുടെ വീട്ടിലൊരു മെമ്പർ തന്നെയാ അമ്മേ. അത് മാത്രമല്ല, രാജുവിന്റെ അച്ഛനെ അമ്മ അറിയും. ഡ്രൈവർ വേണു, പാറക്കൽ വേണുഗോപാൽ. ഓ, നീ വേണുവിന്റെ മകനായിരുന്നോ? അതെ. എന്നാ അത് നേരത്തെ പറയണ്ടേ? വേണു ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാ, ഞങ്ങളുടെ സ്വന്തം ആള്. ആ പ്രതീക്ഷയും പോയി. വേണു ഞങ്ങളുടെ ഡ്രൈവർ മാത്രമായിരുന്നില്ല, ഇപ്പൊ ഇവിടെ നിന്നെ പോലെ ഞങ്ങളുടെ കുടുംബമായിരുന്നു. എന്തായാലും വേണുവിന് എനിക്കൊന്ന് കാണണം. അല്ല, പ്രതാപൻ ഇറങ്ങുകയാണോ? ഇന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടമ്മേ. അല്ല, നീ എന്താ ഇന്ന് ഓട്ടോറിക്ഷ വന്ന്? ബൈക്ക് എവിടെ? ബൈക്ക് അന്നത്തെ ആക്സിഡന്റിന് ശേഷം എഞ്ചിൻ കംപ്ലൈന്റ് ആയി. അതിപ്പോ വർക്ക്ഷോപ്പില. ശേരാ, ഗാരേജിൽ നമ്മുടെ വേറൊരു ബൈക്ക് ഇരിപ്പില്ലേ? ഉണ്ട് കേട്ടാ. അത് കുറെ നാളെ വെറുതെ ഇരിക്കേ. അതിന്റെ കീയിങ് എടുത്തിട്ടോ? ശരി ഏട്ടാ. സർ. പ്രതാപ, ആ ബൈക്ക് ദീപക് യൂസ് ചെയ്യുന്നുണ്ട്. അവന് വേറെ ബൈക്കും കാറും ഇല്ലേ? ഉണ്ട്. എന്നാ ഈ ബൈക്ക് രാജുവിനിരിക്കട്ടെ. അയ്യോ, എനിക്ക് വേണ്ട സർ. ഞാൻ എന്റെ ബൈക്ക് ശരിയാക്കി എടുത്തോളാം. തൽക്കാലം ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. അല്ല, അത് രാജുവിന് കൊടുത്തേക്ക് ശരാ. രാജു, ഞാൻ എന്താ രാജു ഇത്? ഏട്ടൻ തരുന്നതല്ലേ? വാങ്ങ്. രാജു, സേഫ് ആവൂന്ന് മാത്രമല്ല, അവൻ എന്റെ മകനായി തന്നെ നാട്ടിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. ഇവര് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ രാജു ഒരിക്കലും രമ്യയെ കല്യാണം കഴിക്കില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ മക്കളൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു നല്ല കാര്യമാണ് ഞാൻ ഈ പറയുന്നേ. ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം. രാധമ്മേ, നിങ്ങളൊന്ന് സ്റ്റേൺ ആവണം. നിങ്ങൾ ആ വീട്ടിലെ കുടുംബിനി. നിങ്ങൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞാൽ വേണുവേട്ടന് കേട്ടേ പറ്റൂ. മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലായി രുക്മിണി. പക്ഷേ ഒരു പക്ഷേയുമില്ല. രാധമ്മേ ഉറച്ചൊരു നിലപാടെടുക്കും. അപ്പോ വേണുവെങ്കിലും അത് അംഗീകരിക്കും. അതെ. രാജു രമ്യയുടെ കഴുത്തി താലി കെട്ടി വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ചാൽ അന്നേ ദിവസം ഞാൻ ഹരീഷിനുള്ള ഷെയർ കൊടുക്കും. അത് ഉറപ്പാ. തീരുമാനം വേഗം പറയണം. എന്താ രാധമേ ഇത്? ഇത് വിശ്വാസവഞ്ചനയോ കൊലച്ചതിയോ കൊള്ളയോ
അതൊന്നും അല്ലല്ലോ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ 3 മക്കളും കുടുംബവും രക്ഷപ്പെടാനുള്ള കാര്യമല്ലേ ചെയ്യാൻ പോകുന്നത്. അതൊരു നല്ല കാര്യമല്ലേ? തീരുമാനിച്ചിട്ട് എന്നോടൊരു വാക്ക് പറ രാധമേ. വേണുവേട്ടനോടൊന്ന് ആലോചിച്ചിട്ട്. രാധമേ, എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? രാധമ്മ തീരുമാനിച്ചിട്ട് വേണുചേട്ടനോട് പറഞ്ഞാ മതി. വേണുചേട്ടൻ സമ്മതിക്കും. തീരുമാനം പറ രാധമ്മേ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ വാക്ക് പോരാ. ദേ, ഇത് പുന്നക്കീഴിലെ അമ്മയുടെ പ്രസാദോ. ഇതില് തൊട്ട് വാക്ക് പറഞ്ഞാൽ മാത്രം മതി.